ഇന്നത്തെ നമ്മുടെ അതിഥി മിസ്റ്റർ രഘുകുമാർ, സമാജം സെക്രട്ടറി രാജേഷ്, ട്രഷറർ മിസ്റ്റർ സത്യഭാമ, മറ്റ് സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരെ, ഇവിടെ കൂടിയിരിക്കുന്ന സമാജം കുടുംബാംഗങ്ങളെ, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഓണം ഫെസ്റ്റിനും ഈ ഓണം ഫെസ്റ്റിനും ഇടയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നമ്മുടെ കുറച്ച് മെമ്പർമാരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ടുള്ളവർ മരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആത്മാവിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു മിനിറ്റ് മൗനം ആചരിക്കാം. അതുകൊണ്ട് എല്ലാവരോടും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു മിനിറ്റ് മൗനം ആചരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമ്മുടെ സമാജം രൂപീകൃതമായിട്ട് ഒരു ദശാബ്ദക്കാലം പിന്നിട്ടിരിക്കുകയാണ്. ആ ഒരു ദശാബ്ദക്കാലം ഒരു 10ാം വാർഷികമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഓണ ഫെസ്റ്റ് ആഘോഷിക്കുന്നത്. ഓണം കഴിഞ്ഞിട്ട് 2 മാസങ്ങളായെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമ്മൾ ഈ സമാജത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ വളരെയധികം നമ്മുടെ ആളുകൾ വളരെയധികം ത്യാഗങ്ങൾ അനുഭവിച്ച് വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ച് കെട്ടിപ്പടുത്തൊരു സമാജമാണ് ഇന്ന് നമ്മൾ ഏകദേശം 300ഓളം അംഗങ്ങളായിട്ടുള്ള ഒരു സമാജമായിട്ട് തീർന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മുടെ ഓരോ 2 വർഷം കൂടുമ്പോഴും ഭാരവാഹികൾ ചേഞ്ച് ചെയ്ത് ഒരു 5 ടേമായിട്ട് ഇപ്പോൾ പുതിയ ഭാരവാഹികൾ വരികയും പരിപാടികൾ ഓരോ വർഷവും ഒന്നൊന്നായി ഗംഭീരമായിട്ട് നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഈ കാലം അത്രയും എല്ലാ വർഷവും നമ്മൾ ഓണാഘോഷിക്കാറുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഫാമിലി ഡേ ആഘോഷിക്കാറുണ്ട്. അതുപോലെ കുറേ പ്രോഗ്രാമുകൾ ആഘോഷിക്കാറുണ്ട്. ഇനി നമ്മുടെ മുന്നോട്ടുള്ള വളർച്ച നമുക്ക് വിവിധങ്ങളായ മേഖലകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ മെമ്പർമാർക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, കഷ്ടത അനുഭവിക്കുന്നവർക്ക് അവർക്കെല്ലാം വേണ്ടി കൂടുതലായിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൂടുതൽ സ്റ്റഡി നടത്തി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇത്തവണ ഈ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ വളരെയധികം പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറേ അധികം പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. 10ാം വാർഷികം സംബന്ധിച്ച് സാധാരണ എല്ലാ വർഷവും നടത്തുന്ന പോലെ അടുത്ത പ്രോഗ്രാമുകൾ നമ്മൾ ഡിസംബറിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ജനുവരി 26 എല്ലാ വർഷവും നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദറായിട്ട് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമുകളാണ് നമ്മൾ അടുത്ത് വരുന്നത്. അപ്പോൾ അതുകൂടാതെ ഓരോ മാസവും നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ, ഇപ്പോൾ ലേഡീസിൻ്റെ കാറ്റഗറിയിലായാലും കുട്ടികളുടെ കാറ്റഗറിയിലായാലും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സാധാരണ എല്ലാവർക്കും വേണ്ടിയുള്ള വളരെയധികം പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിലിടയിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ഇന്നത്തെ ഇവിടുത്തെ കർത്തവ്യം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഗസ്റ്റ് മിസ്റ്റർ രഘുകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ സെക്രട്ടറി, എന്ത് കാര്യത്തിനും വളരെ ഉഷാറായിട്ട് ഓടി നടക്കുന്ന, വളരെ ആക്റ്റീവായ, ആരോടും കന്നഡയിൽ സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ സെക്രട്ടറിക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ട്രഷറർ, സ്പോർട്സ് ഡേയുടെ ഒരു ദിവസം കൊണ്ട് 15,000 രൂപയുടെ കൂപ്പൺ വിറ്റ് മാതൃക കാണിച്ച് നമ്മുടെ ട്രഷററെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികൾക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുകൂടാതെ ഇന്നിവിടെ ചെണ്ടമേളം നടത്തിയ ശ്രീ തോന്നൂർക്കര കൃഷ്ണൻകുട്ടി ആശാനും സംഘത്തിനും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാനുള്ളത്, ഇന്ന് കൃഷ്ണൻകുട്ടി ആശാനും അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടെ വന്ന് ഒരു ചെണ്ടമേളം ഫ്രീ ആയിട്ട് കാഴ്ചവെക്കുകയുണ്ടായി.
അതുകൊണ്ട് അദ്ദേഹത്തിനൊരു കൈയടി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം തന്നെ അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും ചാർജ് ചെയ്യാതെ നമ്മുടെ സമാജത്തിന് വേണ്ടി ഒരു ചെണ്ടമേള എല്ലാവർക്കും വേണ്ടി അവതരിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളിവിടെ ഒരു സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ചെണ്ട ക്ലാസ് ആരംഭിച്ചിരുന്നു. ആ ചെണ്ട ക്ലാസ്സിൻ്റെ പഠിക്കുന്നവരുടെ അരങ്ങേറ്റമായിരുന്നു ഇന്നലെ. വളരെ ഭംഗിയായിട്ട് അരങ്ങേറ്റം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ചെണ്ട ക്ലാസ്സുകൾ ആരംഭിക്കാൻ താല്പര്യമുണ്ട് സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ. അപ്പോൾ ചെണ്ട പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും, ഈവൻ കുഞ്ഞുങ്ങൾ, മുതിർന്നവരായാലും, കാരണം നമ്മുടെ ഈ നടക്കുന്ന ബാച്ചിൽ 5 വയസ്സ് മുതൽ 70 വയസ്സോളം പ്രായമായ ആളുകൾ ചെണ്ട പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ലേഡീസിന് ചെണ്ട പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ സോവനിയർ ലൈനിലുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഒക്കെ അടുത്തതായിട്ട് ഇന്ന് എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കാണണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം, ശരിയല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലെ ഇവിടെ വന്ന് ഈ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഇവിടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ല ഭക്ഷണം ഉണ്ടാക്കിയ നമ്പീശൻ ആൻഡ് ടീമിനും ഞാൻ ഇവിടെ സ്വാഗതം ആശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. നല്ല പായസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പരിപാടി മോശമായാലും നമ്മളെല്ലാം ക്ഷമിക്കും, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് സമാധാനമായിട്ട് ഇവിടെ നിന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ വന്നു നിൽക്കാനും സാഹചര്യം ഉണ്ടായി. അവരോട് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം സ്വാഗതം പറച്ചിലായാലും ഞാൻ അവർക്ക് വേണ്ടി ഒരു നന്ദിയും കൂടി രേഖപ്പെടുത്തുന്നു ഇവിടെ. അതുപോലെ ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതുപോലെ കലാകാരന്മാർക്കും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സമാജം കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമാണ്. നിലവിളക്ക് കൊളുത്തുന്നതിനായിട്ട് മിസ്റ്റർ രഘുകുമാരനെ ക്ഷണിക്കുകയാണ്. സ്വാഗതത്തിൽ ഒരു പേര് വിട്ടുപോയി. നമ്മുടെ ചാക്യാരെ ഇവിടെ സ്വാഗതം ചെയ്യാൻ വിട്ടുപോയി. ചാക്യാരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മെറിറ്റ് അവാർഡ് ഡിസ്ട്രിബ്യൂഷനാണ്. SSLCക്ക് നമുക്ക് കിട്ടിയ അപേക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ ഗോകുൽ CK ആളെത്തിയിട്ടുണ്ടോ? ഗോകുൽ CK SSLCക്ക്.
ഓക്കെ. ഗോകുൽ CK SLC സ്റ്റേറ്റ് സിലബസ്. അടുത്ത അനുശ്രീ P നായർ CBSE 10th സ്റ്റാൻഡേർഡ്. അനുശ്രീ P നായർ. സൺ ഓഫ് പ്രേംകുമാർ ആൻഡ് സുധ. എത്തിയിട്ടുണ്ടോ? ആരത്? ഗോകുൽ CK. അടുത്ത അനുശ്രീ P നായർ, ഡോട്ടർ ഓഫ് പ്രേംകുമാർ. അനുശ്രീ അല്ലേ? വൈഫുണ്ടോ? അടുത്ത വിനീത G പൈ PUC, ഡോട്ടർ ഓഫ് മിസ്റ്റർ ഗണേഷ് ആൻഡ് മീത. പ്ലീസ് കം ഓൺ സ്റ്റേജ്. അതാരായിരുന്നു? അനുശ്രീ മറന്നുപോയി. ശരിക്കും ഫോട്ടോയ്ക്ക് എന്നുള്ള അടുത്ത വർഷം സോവനീറിൽ ഇടാനുള്ളതാണ്. അടുത്ത പൂക്കളം മത്സരത്തിൻ്റെയാണ്. ആദ്യം 3rd പ്രൈസ് ഫിലോമിന ആൻഡ് ടീം. തന്നെയാണോ? ടീമില്ലേ? സെക്കൻഡ് പ്രൈസ് ശ്രദ്ധ ആൻഡ് ടീം. മിസ് ശ്രദ്ധ ആൻഡ് ടീം ഉണ്ടോ? ആളെത്തിയിട്ടുണ്ടോ? ആണോ? അല്ല, പോരെ ഒരാളോ? സെക്കൻഡ് പ്രൈസ് ശ്രദ്ധ ആൻഡ് ടീം. First prize goes to Bindya and team. ബിന്ദിയ സ്ഥലത്തുണ്ടോ? ഉണ്ണിയേറിന്റെ ടീമിലാരാളെ? ഇല്ല. വന്നുണ്ടോ? അടുത്തത് സ്പോർട്സ് ഡേക്ക് നടത്തിയ വടംവലിയുടെ
പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. വടംവലി ജെൻസിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഉണ്ണികൃഷ്ണൻ നായർ ആൻഡ് ടീം. സെക്കൻഡ് മിസ്റ്റർ സുരേഷ് ആൻഡ് ടീം. ഉണ്ണിയേട്ടൻ്റെ ടീമിലുള്ള ആരെങ്കിലും വന്ന് പ്രൈസ് ആയിട്ട് വാങ്ങുക. സെക്കൻഡ് ഉണ്ണികൃഷ്ണൻ നായരാണ്. ഇതല്ലേ? ഓ സോറി സെക്കൻഡ് ഉണ്ണികൃഷ്ണൻ നായർ ആൻഡ് ടീം. ആരും ഉണ്ണി ഫസ്റ്റ് പ്രൈസ് മിസ്റ്റർ സുരേഷ് ആൻഡ് ടീം. അടുത്തത് ലേഡീസിൻ്റെ വടംവലി ടീമാണ്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു പുഷ്പ ആൻഡ് ടീം. ഓക്കെ ഹിന്ദു ആൻഡ് ടീമല്ലേ? ഹിന്ദു ആൻഡ് ടീം ഉണ്ടല്ലോ. സെക്കൻഡ് പുഷ്പ. ഇത് എവിടാണോ അല്ലേ? ഫസ്റ്റാണോ? ഫസ്റ്റാണോ? ഹിന്ദു ആൻഡ് ടീമാണോ? ഫസ്റ്റ് ഗോസ് ടു ഹിന്ദു ആൻഡ് ടീം. സാർ അത് വരെ ഫസ്റ്റ് ചെല്ലിയില്ലേ? കടന്നില്ലേ? സെക്കൻഡ് എവിടെയുണ്ട്? സെക്കൻഡ് പ്രൈസ് പുഷ്പ ആൻഡ് ടീം. ഫോട്ടോ താങ്ക്സ് രാകേഷ്. പ്രത്യേകിച്ച് ഒരാൾക്കും നന്ദി പറയാനില്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വിശിഷ്ടാതിഥികൾക്കും കലാകാരന്മാർക്കും കലാകാരികൾക്കും നമ്മളെ സഹായിച്ച നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്, വീഡിയോ, ഫോട്ടോഗ്രാഫി എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമ്മോടൊപ്പം നമ്മുടെ ഈ പരിപാടിയുടെ അവസാനം വരെ നമ്മോടൊപ്പം നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും സമാജത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹാർദവമായ നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കഴിഞ്ഞു പോയെങ്കിലും ഇപ്പോഴും നമ്മൾ ആഘോഷിക്കുന്ന ഒരു സമൃദ്ധമായൊരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അപ്പോൾ നല്ല പ്രോഗ്രാംസ് ഇനിയുമുണ്ട്. ഇതുവരെയുള്ള ഈ കുഞ്ഞു പടക്കങ്ങളൊക്കെ കഴിയുമ്പോൾ ഇനിയിപ്പോൾ വലിയ പടക്കങ്ങൾ പൊട്ടാനിരിക്കണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഈസ് അൺലിമിറ്റഡ്. അപ്പോൾ ആദ്യത്തെ വലിയ പടക്കം ഇതാ വരുന്നു. ചാക്യാർ ഓൺ സ്റ്റേജ് അഗൈൻ. मधुया ये सरस्वती देवी गणायतनाय नमः। प्रदो शिवो विरा प्रदो
അത്തം ചിത്രയോതി വിശാഖമനിരക്കട്ട മൂലം പൂരാടത്തിനാണ് നിർവ്വണോട്ടം ചതി പൂരട്ടാതിരേവതി ഇങ്ങനെ ചേരുന്ന നാളുകളാണ്. ദഫമുട്ട കപമുട്ട അവിടെ മുട്ട ഇവിടെ മുട്ട് സംബന്ധമായിട്ടുള്ള മുട്ടകൾ എല്ലാം തീരാൻ പോവാണ്. അപ്പൊ ഈ കുട്ടി വിചാരിക്കണ്ട ഏത് മുട്ടാവോ അതെന്ന്. നമുക്കൊരു ദേഹമുട്ടുണ്ട്. ദേഹമുട്ടെന്ന് പറഞ്ഞ സാത്താൻ്റെ ദോഷം ദൈവം ഇല്ലേ? ആ ദോഷം മാറണം നമ്മളെന്താ ചെയ്യേണ്ടത്? ദേഹമുട്ടൊക്കെ മാറ്റാറില്ലേ അമ്പലങ്ങളിൽ? ആ മുട്ട് മാറണം എന്താ ചെയ്യേണ്ടത്? ജഗദീശ്വരോട് നന്നായി പ്രാർത്ഥിക്കുക എന്നാണ് ചാക്യാർക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ചാക്യാര് വന്നിരിക്കണത് ഇപ്പം നോം നേരത്തെ പറയണ്ടേ, ചിരിപ്പിക്കാൻ വന്നല്ലോ. ചിരിക്കാൻ മറന്നുപോയ കാലാണ്. ഇപ്പൊ പാട്ട് വേണ്ട, ചാക്യാർ കൂത്ത് വേണ്ട, നങ്ങ്യാർ കൂത്ത് വേണ്ട, നാടോടി നൃത്തം വേണ്ട, നാടൻ പാട്ടുകൾ വേണ്ട, തിരുവാതിരക്കളി വേണ്ട, ചണ്ടമേളം വേണ്ട, പഞ്ചവാദ്യം വേണ്ട. എന്താ കാരണം? എന്താന്ന് ഒരു പിടിയും കിട്ടണില്ല. ഒരു മിനിറ്റ് കൊണ്ടല്ല, ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ ഇന്ത്യ മൊത്തം നമ്മൾ വെള്ളം കുടിച്ചില്ലേ? എന്താണ്ടായത്? പെട്ടെന്ന് നോട്ടുകെട്ടുകളൊക്കെ അങ്ങോട്ട് മാറി. ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും തെണ്ടേണ്ടി വന്നു. ഇപ്പൊ കോടീശ്വരൻ പോയിട്ട് പാവപ്പെട്ടവനായി, പാവപ്പെട്ടവൻ കോടീശ്വരനായി, രണ്ടും രണ്ട് ഈക്വലായി മാറിപ്പോ. കലക്ക വെള്ളത്തിന് വെള്ളം വന്ന പോലെ ഇല്ലേ? ഒരു 100 രൂപ മാറ്റിയെടുക്കപ്പോൾ ആരും തരുന്നില്ല. ഒരു 10 രൂപ വെച്ചാൽ ആരും തരില്ല. ഞാൻ തരില്ല. എപ്പോഴാ 1000-ന്റെ നോട്ട് മാറി വരിക എന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കണോ നമ്മുടെ കേരളം? എന്തായാലും നമ്മുടെ ജഗദീശ്വരൻ, നമ്മുടെ ദൈവതമ്പരൻ നമ്മൾ ഇത്രത്തോളൊക്കെ എത്തിച്ചില്ലേ? അപ്പോ ഇപ്പോ ചാക്യാർ ഇവിടെ വന്നപ്പോ ഇതാ ഇവിടെ വന്നു. അത്തം ചിത്രയോതി വിശാഖം വരെയാണ് തിരുക്കട്ട മൂലം പൂരാടം ഉണ്ടോ? ഉത്രാടത്തിനാണ് തിരുവോണം.